ഒരുപാടധികം നിഗൂഢതകൾ നിറഞ്ഞ ഒരിടമാണ് കടൽ. മനുഷ്യൻ കരയിൽ കണ്ടെത്തിയതിനേക്കാൾ എത്രയോ മടങ്ങ് കാര്യങ്ങൾ കൂടുതലാണ് ഇനിയും കടലിൽ കണ്ടെത്താനുള്ളത്. ഇത്തരത്തിൽ കടലിൽ കണ്ടെത്തിയ കുറച്ച് വിചിത്രമായ ജീവികളെയാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ജീവി ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അത് തിമിംഗലമാണെന്ന്. എന്നാൽ വലുപ്പത്തിൽ തിമിംഗലമാണെങ്കിലും നീളത്തിന്റെ കാര്യത്തിൽ തിമിംഗലത്തിനേക്കാൾ വലിയ മറ്റൊരു ജീവിയുണ്ട്. അതാണ് സിഫനോഫോർ. 100 അടിയിലേറെ നീളമുള്ള ഒരു കടൽ ജീവിയാണ് സിഫനോഫോർ. പടിഞ്ഞാറൻ ഓസ്ട്രേലിയയിലെ കടലിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കെയാണ് കുറച്ച് ആളുകൾ ഈ ജീവിയെ ആദ്യമായി കാണുന്നത്. 170ലേറെ സ്പീഷ്യസുകളിലായി സർപ്പിൾ ആകൃതിയിലുള്ള നീളം കൂടിയ ഒരിനം കടൽ ജീവിയാണിത്. ഏകദേശം 48 അടി വീതിയിൽ ഉണ്ടായിരുന്ന ആ സിഫനോഫോറിന്റെ വളയാകൃതിയിലുള്ള ശരീരത്തിന്റെ നീളം എന്ന് പറയുന്നത് 154 അടി ആയിരുന്നു. അതായത് തിമിംഗലത്തിന്റെ നീളത്തെക്കാൾ 40 അടി കൂടുതലാണ് ഈ സിഫനോഫോറിനുള്ളത്. നമ്മൾ കടൽ കാണാൻ പോയാൽ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജീവിയാണല്ലോ ഡോൾഫിൻ. എന്നാൽ ഈ ഡോൾഫിനുകളെല്ലാം കരയിലേക്ക് വന്നാൽ എങ്ങനെയുണ്ടാകും? ഇത്തരത്തിൽ വലിയൊരു തിരമാലയിൽപ്പെട്ട് കരയിലേക്ക് വന്ന 34ഓളം വരുന്ന ഡോൾഫിനുകളാണിത്. ഇവയെ ബീച്ചിലുണ്ടായിരുന്ന ആളുകൾ സമുദ്രത്തിലേക്ക് തന്നെ തിരിച്ചു പോകാൻ സഹായിക്കുന്ന കാഴ്ചയാണിത്. പല മത്സ്യങ്ങളും പ്രസവിക്കുന്നത് നിങ്ങൾ ശരിക്കും അല്ലാതെയും കണ്ടിട്ടുണ്ടാകും. ഇത്തരത്തിൽ ഒരു തിരണ്ട് മീൻ അഥവാ റേഫിഷ് അതിന്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്ന ഒരു കാഴ്ചയാണിത്. ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? 2014ലാണ് ഇങ്ങനെ ഒരു 2 തലയുള്ള ഒരു ഡോൾഫിൻ തുർക്കി കടൽ തീരത്ത് വന്ന് കിടക്കുന്നത്. ഇത് കണ്ട ആ നാട്ടിലെ ഒരാൾ എന്തോ ഒരു വിചിത്ര ജീവിയാണിതെന്ന് പറഞ്ഞ് അയാൾ അതിന്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരുന്നു. എന്നാൽ പിന്നീടാണ് അയാൾക്ക് ഇങ്ങനെയും മനുഷ്യനും മൃഗങ്ങളും ഒക്കെ അപൂർവമായി ജനിക്കാറുണ്ടെന്ന് മനസ്സിലാകുന്നത്. സാധാരണ മ്യൂട്ടേഷൻ സംഭവിച്ചാണ് ജീവികൾ ഇങ്ങനെ ജനിക്കാറുള്ളത്. അതുപോലെ തന്നെ ഇങ്ങനെ ജനിക്കുന്ന ജീവികൾക്കൊന്നും അധികകാലം ജീവിക്കാനും സാധിക്കില്ല. ഇവിടെ കണ്ട ഈ ഡോൾഫിൻ വെറും 2 വർഷം മാത്രമാണ് ജീവിച്ചിരുന്നതെന്ന് പഠനങ്ങൾ പറയുന്നു. ഇങ്ങനെ ഒരു സ്രാവിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതാണ് ഫീൽഡ് ഷാർക്ക്. ദിനോസറുകളുടെ കാലം തൊട്ട് ഇന്നും ഭൂമിയിൽ അവശേഷിക്കുന്ന ജീവികളിൽ ഒന്നാണിത്. അന്നത്തെ ദിനോസറുകൾക്കും സസ്തനികൾക്കും പരിണാമം സംഭവിച്ചിട്ട് ഇന്നേക്ക് 8 കോടിയിലധികം വർഷമായി. എന്നാൽ ഇന്നും പരിണാമത്തെ അതിജീവിച്ച് ജീവിക്കുന്ന ഇവയെ ശാസ്ത്രം വിളിക്കുന്നത് ജീവിക്കുന്ന ഫോസിൽ എന്നാണ്. ഒരു ചത്ത തിമിംഗലമാണിത്. 2018ൽ ഇന്തോനേഷ്യയിലെ ഒരു കടൽ തീരത്താണ് സംഭവം നടക്കുന്നത്. എന്നാൽ വളരെ പ്രായം കുറഞ്ഞൊരു തിമിംഗലമായത് കൊണ്ട് തന്നെ എന്താണ് ഇത് ഇത്ര പെട്ടെന്ന് ചത്തു പോയതെന്നറിയാനായിട്ട് ശാസ്ത്രജ്ഞർ അതിനെ മുറിച്ച് പരിശോധിക്കുകയാണ്. ഇതിന്റെ കാരണമായി അവർ കണ്ടെത്തിയത് ഇതിന്റെ വയറിനുള്ളിൽ ഒരുപാടധികം പ്ലാസ്റ്റിക് വേസ്റ്റുകൾ മാത്രമാണ്. സാധാരണ 80 തൊട്ട് 90 വർഷം വരെ ജീവിക്കുന്ന തിമിംഗലമാണ് ഇപ്പോൾ വെറും 11 വർഷം കൊണ്ട് ചത്തുപോയത്. ഇതിന്റെ കാരണം മനുഷ്യർ കടലിലേക്ക് വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ തന്നെയാണ്. ഇതുപോലെ കടലിലും അല്ലാതെയുമായിട്ട് മനുഷ്യൻ കാരണം ഓരോ ദിവസവും നിരവധി ജീവികളാണ് മരിച്ചു വീഴുന്നത്. അപ്പോ ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയിൽ നിങ്ങൾ അതിശയിപ്പിച്ച കാര്യം എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയുമായി കാണാം.